ഹായ്, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഷഫ്ന ഫാത്തിമയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു. വിഷ് യു ഹാപ്പി ബർത്ത്ഡേ. അസ്സലാമലൈക്കും. ഈ വീഡിയോ കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതെൻ്റെ ബർത്ത്ഡേൻ്റെ വീഡിയോ ആണെന്ന്. 11ാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞ് 12ാമത്തെ ബർത്ത്ഡേ നോക്കുമ്പോഴാണ് ഞാൻ 11ാമത്തെ ബർത്ത്ഡേ പോസ്റ്റ് ചെയ്യുന്നത്. പല കാരണങ്ങൾ കൊണ്ടും എൻ്റെ വീഡിയോ ഒരുപാട് വൈകിപ്പോയി. എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് 2 മാസത്തിന് ശേഷം എനിക്ക് വലിയ സർജറി ഉണ്ടായിരുന്നു. ആ സർജറിൻ്റെ ടെൻഷൻ ഒരുപാട് ഇതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നത്. ഈ ബർത്ത്ഡേക്കാണ് എനിക്ക് നിരവധി സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പാട്ടുകാരനായ സെർജിൽക്കൊപ്പം എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ സെർജിൽക്ക ഈ വർഷം എനിക്ക് ആശംസ അറിയിച്ച് വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് നിങ്ങൾ തുടക്കത്തിൽ കണ്ടത്. താങ്ക് യു സെർജിൽക്ക. ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു ആ വീഡിയോ കണ്ടപ്പോൾ. ബർത്ത്ഡേ പാർട്ടി ആയിട്ടൊന്നും കഴിക്കാൻ ഞങ്ങൾ ഒരിക്കലും തീരുമാനിച്ചിരുന്നില്ല. ഉമ്മ വീട്ടിലൊരു കേക്ക് ഉണ്ടാക്കിയത് ഞങ്ങൾ കഴിക്കാനുള്ള കേക്ക് അത്ര ഉദ്ദേശിച്ചുള്ളൂ. വീട്ടിലേക്കാരെയും ക്ഷണിച്ചിട്ടുള്ള അങ്ങനൊരു പരിപാടിയായിട്ട് കഴിക്കാനേ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ എൻ്റെ ഉമ്മച്ചിൻ്റെ വീട്ടിലുള്ളവരൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾ കേക്കൊക്കെ ഒന്ന് മുറിച്ച് അത്രയേ ഉള്ളൂ. ഏഷ്യാനെറ്റിലൊരു പ്രോഗ്രാമിന് പോകാൻ വേണ്ടി ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ചൊരു വീഡിയോ എടുപ്പിച്ചിരുന്നു. അവർ തന്നൊരു ഗിഫ്റ്റാണിത്. ഒരിക്കലും ബർത്ത്ഡേക്ക് വേണ്ടി തന്ന ഗിഫ്റ്റ് അല്ല, ബർത്ത്ഡേക്ക് മുമ്പ് കിട്ടിയതാണ്. എൻ്റെ ജന്മദിനത്തോട് അടുത്ത ദിവസത്തായിരുന്നു എനിക്കത് കിട്ടിയത്. അതുകൊണ്ട് അത് എൻ്റെ പെരുന്നാൾ സമ്മാനമായി ഞാനത് കരുതുന്നു. ഷിജു എന്നാണ് ആ ഫോട്ടോഗ്രാഫറിൻ്റെ പേര്. താങ്ക് യു ഷിജു ഏട്ടാ, ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല ഗിഫ്റ്റാണ്. പിന്നെ ഇത് എൻ്റെ അയൽവാസിയായ സഫേദ് ചാച്ച എനിക്ക് കൈകൊണ്ടുണ്ടാക്കിയൊരു ഗിഫ്റ്റാണ്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൽ കണ്ണാടിയൊക്കെ ഉള്ളൊരു പെന്നും നല്ല അടിപൊളി മുടിക്കുട്ടിക്കൊക്കെ ഉണ്ട്. എൻ്റെ എല്ലാ വിജയത്തിലും എല്ലാ ബർത്ത്ഡേയും ഓർത്ത് വെച്ച് സമ്മാനങ്ങളും എല്ലാവിധ സപ്പോർട്ടും തരുന്ന എൻ്റെ സഫേദ് ചാച്ച എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു സഫേദ് ചാച്ച. ജസാക്കല്ലാഹു ഖൈറ. ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ ഗിഫ്റ്റ് ഇതെൻ്റെ ഉമ്മച്ചീൻ്റെ പഠിപ്പിച്ച കയ്യും ഉസ്താദിൻ്റെ വക കിട്ടിയ ഗിഫ്റ്റാണ്. ഉമ്മച്ചി എനിക്ക് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ പോയപ്പോൾ ഉസ്താദ് ഉമ്മച്ചി കൊടുത്തയച്ചതാണ് ഈ പുസ്തകം. നല്ല പുസ്തകമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് ഈ പുസ്തകം ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു ഉസ്താദ്. ജസാക്കല്ലാഹു ഖൈറ. എനിക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഒരുപാട് ഇഷ്ടമുണ്ട്. എനിക്ക് ഉമ്മച്ചിയും ബാപ്പിച്ചൊക്കെ പുസ്തകങ്ങൾ തന്നെയാണ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റായി തന്നത്. അത് വാങ്ങാൻ വേണ്ടി ഉമ്മച്ചി ഉസ്താദിൻ്റെ കടയിലേക്ക് പോയപ്പോൾ ഉസ്താദ് എനിക്ക് വേണ്ടി ഗിഫ്റ്റ് കൊടുത്തയച്ചതാണ്. ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഈ ഡ്രസ്സ് എന്ന് വെച്ചാൽ എൻ്റെ കുമ്പ്രയും കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് കൊണ്ടു തന്ന നല്ല അടിപൊളി ഡ്രസ്സാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത് തെൻവീർ എന്ന് പറയുന്ന ഇക്കാക്ക് കൊടുത്തയച്ച ഗിഫ്റ്റാണ്. ഞങ്ങളുടെ നാട്ടുകാർ തന്നെയാണ് തെൻവീർക്ക. അവരിപ്പോൾ നാട്ടിലില്ല, ജർമ്മനിയിലാണുള്ളത്. അവിടുന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് കിട്ടിയതാണ് ഗിഫ്റ്റ്. ഇത് കൂടാണ്ട് ഒരുപാട് ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലില്ലാത്തത് കൊണ്ട് അത് റീഫണ്ടായിപ്പോയി. എനിക്ക് കിട്ടിയ കളറും ഇതെല്ലാം നല്ല അടിപൊളി ഗിഫ്റ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള നല്ല കളറാണ്. കൊടുക്കാനൊക്കെ നല്ല സുഖമുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു തെൻവീർക്ക. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് ഇത്രയും ഗിഫ്റ്റൊക്കെ കിട്ടിയെന്ന് എല്ലാവരോടും നന്ദി അറിയുന്നു. പിന്നെ നിങ്ങൾ ഈ ടേബിളിൽ കാണുന്ന പൈസയൊക്കെ എൻ്റെ ഉമ്മാമാൻ്റെ ഉപ്പാപ്പാൻ്റെ ഇക്കാക്കാൻ്റെ ഒക്കെ വക കിട്ടിയ ഗിഫ്റ്റുകളാണ്. ഈ ഗിഫ്റ്റ് എല്ലാവർക്കും നന്ദി. ഏതായാലും ഈ വീഡിയോ ഇടാൻ ഒരുപാട് വൈകിപ്പോയി. 12ാമത്തെ ബർത്ത്ഡേ ആവാൻ നോക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അത് ഞാൻ എല്ലാവരോടും സോറി പറയാണ്.
കഴിഞ്ഞൊന്ന് ഫ്രീ ആയിട്ട് ഇടാൻ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ഒന്ന് വൈകിപ്പിച്ചത്. അൽഹംദുലില്ലാ ഇപ്പം എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. സജീർക്ക് എനിക്ക് ആശംസകൾ പറഞ്ഞത് എൻ്റെ മാമി വഴിയാണ്. ഞാൻ എൻ്റെ ആദ്യ മാമിക്ക് ഒരുപാട് സന്തോഷങ്ങൾ അറിയിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളായിരുന്നു അത്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. ചാച്ചാക്ക് സമ്മാനം കൊടുത്ത എല്ലാവർക്കും നല്ലൊരു നന്ദി പറയുന്നു. ഇച്ചാച്ചാൻ്റെ മുഖത്തുള്ള ചിരിയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. ഇച്ചാച്ചാൻ